ഓല സ്കൂട്ടർ ബാറ്ററിക്ക് വാറന്റി നിഷേധിക്കുന്നതിന് പല കാരണങ്ങളുണ്ടാകാം. സാധാരണയായി വാറന്റി നിഷേധിക്കപ്പെടാൻ സാധ്യതയുള്ള ചില കാരണങ്ങൾ താഴെ കൊടുക്കുന്നു. വാറന്റി കാലയളവ് കഴിഞ്ഞിരിക്കാം. ഓല സ്കൂട്ടറിന് സാധാരണയായി 3 വർഷം അല്ലെങ്കിൽ 40,000 കി.മി. ഏതാണോ ആദ്യം വരുന്നത് അടിസ്ഥാന വാറന്റിയുണ്ട്. ചില മോഡലുകൾക്ക് 8 വർഷം അല്ലെങ്കിൽ 80,000 കി.മി. വരെ നീണ്ട വാറന്റി ലഭ്യമാണ്. ഇത് 1 പോലുള്ള മോഡലുകൾക്ക് ഇത് സൗജന്യമായി ലഭിക്കും. നിങ്ങളുടെ വാറന്റി കാലയളവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാറന്റി ക്ലെയിം ലഭിക്കില്ല. ഉപയോക്താവിന്റെ ഭാഗത്തുനിന്നുള്ള തെറ്റായ ഉപയോഗം ഖേദജനകമാണ്. ബാറ്ററി ദീർഘകാലം ചാർജ് ചെയ്യാതെ വെച്ച് ഡീപ് ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ വാറന്റി ലഭ്യമല്ല. ഓല നിർദ്ദേശിച്ചിട്ടുള്ളതിന് പുറം ഭാരം കയറ്റി ഉപയോഗിക്കുക. സ്കൂട്ടർ അനുചിതമായ സാഹചര്യങ്ങളിൽ അമിത ചൂട്, ഈർപ്പം സൂക്ഷിക്കുന്നത്. അനുവദനീയമല്ലാത്ത അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ മോഡിഫിക്കേഷനുകൾ നടത്തുന്നത്. ഉപയോക്തൃ മാനുവലിൽ പറഞ്ഞിട്ടുള്ള കൃത്യമായ മെയിന്റനൻസ് ചെയ്യാതിരിക്കുന്നത്. അപകടങ്ങൾ, വെള്ളപ്പൊക്കം, തീപിടിത്തം, എലിക്കടി തുടങ്ങിയവ കാരണം ബാറ്ററിക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത്. വാഹനം വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ചില വാറന്റി പോളിസികളിൽ ഇത് ഒഴിവാക്കാറുണ്ട്. നിർമ്മാണ തകരാറുകളല്ലാത്ത മറ്റ് കാരണങ്ങൾ. സാധാരണ തേയ്മാനം, ശാരീരിക കേടുപാടുകൾ, അയർത്തമഹറിയാണ്. മൂന്നാം കക്ഷികൾ മൂലമുണ്ടാകുന്ന കേടുപാടുകൾ. വാഹനത്തിന്റെ ചേസിസ് നമ്പർ അല്ലെങ്കിൽ ബാറ്ററി ഐഡന്റിഫിക്കേഷൻ നമ്പർ മാറ്റുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നത്. സർവീസ് ഹിസ്റ്ററിയിലെ പ്രശ്നങ്ങൾ. അംഗീകൃത ഓല സർവീസ് സെന്ററുകളിൽ അല്ലാതെ മറ്റെവിടെയെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ഒറിജിനൽ അല്ലാത്ത സ്പെയർ പാർട്സുകൾ ഉപയോഗിക്കുകയോ ചെയ്താൽ വാറന്റി അസാധുവാകും. എന്ത് ചെയ്യണം? വാറന്റി നിഷേധിക്കപ്പെട്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഓലയുടെ അംഗീകൃത സർവീസ് സെന്ററുമായി ബന്ധപ്പെടുകയും എന്തുകൊണ്ടാണ് വാറന്റി നിഷേധിച്ചത് എന്ന് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ്. അവർ ഒരു രേഖാമൂലമുള്ള കാരണം നൽകാൻ സാധ്യതയുണ്ട്. വാറന്റി നിബന്ധനകളും വ്യവസ്ഥകളും ദലീതര നന്നായി വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ ഓലയുടെ കസ്റ്റമർ സപ്പോർട്ടുമായി ബന്ധപ്പെടുകയും നിങ്ങളുടെ ഭാഗം വിശദീകരിക്കുകയും ചെയ്യാം. ചില സന്ദർഭങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ വിഷയം ഉന്നയിക്കുന്നത് പരിഹാരത്തിന് സഹായിച്ചേക്കാം. ടവോ ഇലക്ട്രിക് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇനി മുതൽ കമ്പനി എന്ന് വിളിക്കുന്നു. വാറന്റി നൽകുന്നു. കമ്പനി നിർമ്മിക്കുന്ന ഓരോ പുതിയ സ്കൂട്ടറും കവറേജിലുള്ള മോഡലുകളുടെ വാറന്റി കാലയളവിൽ സാധാരണ ഉപയോഗത്തിലും അറ്റകുറ്റപ്പണികളിലും മെറ്റീരിയലിലും വർക്ക്മാൻഷിപ്പിലും ഏതെങ്കിലും തകരാറുകളിൽ നിന്ന് മുക്തമായിരിക്കുമെന്ന്. നിങ്ങളുടെ വാഹനത്തിന്റെ ബാറ്ററിക്ക് ഓല ഇലക്ട്രിക് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇനി പറയുന്നവ വാഗ്ദാനം ചെയ്യുന്നു. ഓല ഇലക്ട്രിക് ബാറ്ററി ബേസ് വാറന്റി പ്ലാൻ 8 വർഷം അല്ലെങ്കിൽ 80 ലക്ഷം. ഏതാണ് ആദ്യം? ഓല ഇലക്ട്രിക് ബാറ്ററി ടോപ്പ് അപ്പ് വാറന്റി പ്ലാൻ 8 വർഷം അല്ലെങ്കിൽ 100 അഗ് ബാറ്ററി. ഏതാണ് ആദ്യം? ഓല ഇലക്ട്രിക് ബാറ്ററി ടോപ്പ് അപ്പ് വാറന്റി പ്ലാൻ 8 വർഷം അല്ലെങ്കിൽ 125 അഗ് ബാറ്ററി. ഏതാണ് ആദ്യം? ഈ വാറന്റി നിബന്ധനകളുടെ ഏതെങ്കിലും നിബന്ധനകളും വ്യവസ്ഥകളും എപ്പോൾ വേണമെങ്കിലും മാറ്റാനുള്ള അവകാശം ഓല ഇലക്ട്രിക് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിക്ഷിപ്തമാണ്. ഓല ഇലക്ട്രിക്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഒരു അറിയിപ്പ് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും മെറ്റീരിയൽ മാറ്റങ്ങളുടെ അറിയിപ്പ് ഞങ്ങൾ നൽകും. ഞങ്ങൾ വരുത്തിയ ഏതെങ്കിലും മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് ഉറപ്പാക്കാൻ നിങ്ങൾക്ക് ഈ നിബന്ധനകൾ പതിവായി അവലോകനം ചെയ്യാം. മാറ്റങ്ങൾ പോസ്റ്റ് ചെയ്തതിനു ശേഷവും നിങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റ് സേവനങ്ങൾ തുടർന്നും ഉപയോഗിക്കുന്നത് അർത്ഥമാക്കുന്നത് അപ്ഡേറ്റ് ചെയ്തതോ ഭേദഗതി ചെയ്തതോ ആയ ഈ നിബന്ധനകളും വ്യവസ്ഥകളും പാലിക്കാൻ നിങ്ങൾ നിയമപരമായി ബാധ്യസ്ഥരാണെന്ന് അർത്ഥമാക്കുന്നു. ഈ നിബന്ധനകളും വ്യവസ്ഥകളും അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത ഏതെങ്കിലും അധിക നിബന്ധനകളും ലംഘിക്കുകയാണെങ്കിൽ അത്തരം ലംഘനങ്ങൾക്ക് നിയമപ്രകാരം ലഭ്യമായ എല്ലാ പരിഹാരങ്ങളും തേടാനുള്ള അവകാശം ഞങ്ങളിൽ നിക്ഷിപ്തമാണ്. പ്ലാൻ നിബന്ധനകളുടെ കാലയളവിലേക്ക് നിർമ്മാണത്തിലും വർക്ക്മാൻഷിപ്പിലുമുള്ള ഏതെങ്കിലും തകരാറുകളിൽ നിന്ന് നിങ്ങളുടെ ബാറ്ററിയുടെ സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ പ്ലാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വാറന്റി നിബന്ധനകളും വ്യവസ്ഥകളും ടവോ ഇലക്ട്രിക് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പുതുതായി നിർമ്മിക്കുന്ന ഓരോ ഇലക്ട്രിക് ഇരുചക്ര വാഹനവും മെറ്റീരിയലിലും വർക്ക്മാൻഷിപ്പിലും സാധാരണ ഉപയോഗത്തിലും അറ്റകുറ്റപ്പണികളിലും ഇനിപ്പറയുന്ന നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായി ഏതെങ്കിലും തകരാറുകളിൽ നിന്ന് മുക്തമായിരിക്കണമെന്ന് ഉറപ്പുനൽകുന്നു. സെക്ഷൻ 1 ബാറ്ററിയുടെ വാറന്റി കാലയളവ്. വാഹനം ഡെലിവറി ചെയ്ത തീയതി മുതൽ 96 മാസത്തേക്ക് അല്ലെങ്കിൽ ഓടിച്ച കിലോമീറ്ററുകൾ പരിഗണിക്കാതെ 80,000 കിലോമീറ്റർ വരെ ബാറ്ററിയുടെ വാറന്റി നിലനിൽക്കും. സെക്ഷൻ 2 വാഹന ഘടകങ്ങളുടെ വാറന്റി കാലയളവ്. ബാറ്ററി ഒഴികെയുള്ള എല്ലാ വാഹന ഘടകങ്ങളും വാഹനം ഡെലിവറി ചെയ്ത തീയതി മുതൽ 36 മാസത്തേക്കോ അല്ലെങ്കിൽ 40,000 കിലോമീറ്റർ കാലയളവിലേക്കോ ഏതാണോ നേരത്തെ സംഭവിക്കുന്നത് അതുവരെ ഈ വാഹന ഘടകങ്ങളുടെ വാറന്റിയിൽ ഉൾപ്പെടുന്നു.
സെക്ഷൻ 3 വാറന്റിയിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വാഹനവും ബാറ്ററിയും. ശേഷിക്കുന്ന വാറന്റി കാലയളവിലേക്ക് വാറന്റി തുടർന്നുള്ള ഉടമയ്ക്ക് കൈമാറാവുന്നതാണ്. ഇത് ഇന്ത്യയിൽ മാത്രമേ ബാധകമാകൂ. മേൽപ്പറഞ്ഞ വാറന്റി കാലയളവിനുള്ളിൽ നിർമ്മാണത്തിലോ ജോലിയിലോ തകരാറുണ്ടെന്ന് കമ്പനി പരിശോധിച്ചാൽ അംഗീകരിക്കാവുന്ന വാഹനത്തിന്റെ ഭാഗങ്ങൾ സൗജന്യമായി നാക്കുകയോ മാറ്റിസ്ഥാപിക്കുകയോ ചെയ്യുക എന്നതാണ് കമ്പനിയുടെ ബാധ്യത. അത്തരം സന്ദർഭങ്ങളിൽ ബാധിച്ച ഭാഗം നന്നാക്കുകയോ മാറ്റിസ്ഥാപിക്കുകയോ ചെയ്യുന്നതിനുള്ള കമ്പനിയുടെ തീരുമാനം അന്തിമമായിരിക്കും. മാറ്റിസ്ഥാപിച്ച അത്തരം തകരാറുള്ള ഭാഗങ്ങൾ കമ്പനിയുടെ സ്വത്തായിരിക്കും. വാറന്റി കാലയളവിൽ മുകളിൽ പറഞ്ഞ മാറ്റിസ്ഥാപിക്കൽ അല്ലെങ്കിൽ നന്നാക്കലുമായി ബന്ധപ്പെട്ട എല്ലാ തൊഴിൽ ചെലവുകളും കമ്പനി വഹിക്കും. ഈ വാറന്റി പ്രകാരം നന്നാക്കിയതോ മാറ്റിസ്ഥാപിച്ചതോ ആയ ബാറ്ററിയും ഭാഗങ്ങളും യഥാർത്ഥ വാറന്റി കാലയളവിന്റെ ശേഷിക്കുന്ന സമയത്തേക്ക് മാത്രമേ പരിരക്ഷിക്കൂ. സെക്ഷൻ 4 വാറന്റിയിൽ ഉൾപ്പെടാത്തവ. ഈ വാറന്റി ഇവയ്ക്ക് ബാധകമല്ല. ബ്രേക്ക് പാഡുകൾ, ബ്രേക്ക് ഡിസ്കുകൾ, ബെയറിംഗുകൾ, ടയറുകൾ, ബുഷുകൾ, റബ്ബർ ഭാഗങ്ങൾ, ബെൽറ്റ്, ഗ്രോമെറ്റുകൾ, സീലുകൾ തുടങ്ങിയ വാഹന ഭാഗങ്ങളുടെ സ്വാഭാവിക തേയ്മാനം, പഴക്കം. ബ്രേക്ക് ഓയിൽ, ഫാസ്റ്റനറുകൾ, ഗ്രീസ്, ഡസ്റ്റ് സീൽ തുടങ്ങിയ ഉപഭോഗവസ്തുക്കൾ. പരിമിതികളില്ലാതെ വൃത്തിയാക്കൽ, പോളിഷിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള സാധാരണ അറ്റകുറ്റപ്പണി സേവനങ്ങൾ. ദീർഘനേരം ബാറ്ററി ചാർജ് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് ബാറ്ററിയുടെ ആരോഗ്യത്തിനോ പ്രകടനത്തിനോ ക്ഷയത്തിനും തിരിച്ചെടുക്കാനാവാത്ത നാശത്തിനും കാരണമാകും. അത്തരം കേടുപാടുകൾക്ക് ബാറ്ററി മാറ്റിസ്ഥാപിക്കൽ ആവശ്യമായി വന്നേക്കാം. വാറന്റിയിൽ ഇത് ഉൾപ്പെടുന്നില്ല. സാധാരണ തേയ്മാനം മൂലമുണ്ടാകുന്ന ഭാഗങ്ങൾ മാറ്റിസ്ഥാപിക്കൽ. ഇനിപ്പറയുന്നവയുടെ ഫലമായുണ്ടാകുന്ന കേടുപാടുകൾ അല്ലെങ്കിൽ പരാജയം. ഉടമയുടെ മാനുവലിലും സർവീസ് മാനുവലിലും എഴുതിയിരിക്കുന്നതുപോലെ ശരിയായ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിൽ അശ്രദ്ധ. ദുരുപയോഗം, അപകടങ്ങൾ, മോഷണം, വെള്ളപ്പൊക്കം, തീപിടുത്തം അല്ലെങ്കിൽ മോട്ടോർ റേസുകളിലോ മത്സരങ്ങളിലോ പങ്കെടുക്കൽ. അനുചിതമായതോ അല്ലാത്തതോ ആയ എണ്ണകളുടെയും ലൂബ്രിക്കന്റുകളുടെയും ഉപയോഗം. കമ്പനി നിർമ്മിക്കാത്തതോ വിതരണം ചെയ്യാത്തതോ ആയ സൈക്കാറുകൾക്കൊപ്പം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ. കമ്പനിയുടെ യഥാർത്ഥ ഭാഗങ്ങൾ ഒഴികെയുള്ള മറ്റു ഭാഗങ്ങളുടെ ഉപയോഗം. വാഹനത്തിനൊപ്പം കമ്പനി വിതരണം ചെയ്യാത്ത ഏതെങ്കിലും ഉപകരണവും അല്ലെങ്കിൽ അനുബന്ധ ഉപകരണങ്ങളും. ഏതെങ്കിലും അനധികൃത സർവീസ് പോയിന്റുകളിൽ നടത്തിയ പരിഷ്കരണങ്ങൾ, മാറ്റങ്ങൾ, കൃത്രിമത്വം അല്ലെങ്കിൽ അനുചിതമായ അറ്റകുറ്റപ്പണികൾ. കമ്പനി രൂപകൽപ്പന ചെയ്തതോ അംഗീകരിച്ചതോ അല്ലാത്ത വാഹനത്തിൽ ഉപയോഗിക്കുന്ന കൺട്രോൾ യൂണിറ്റുകൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ. കമ്പനി കാരണമല്ല വാഹനത്തിൽ പോറലുകൾ, ചതവുകൾ അല്ലെങ്കിൽ സമാനമായ പെയിന്റ് അല്ലെങ്കിൽ ബോഡി കേടുപാടുകൾ പെയിന്റ് ചെയ്യുക. മോട്ടോർ നമ്പറോ ഷാസി നമ്പറോ ഇല്ലാതാക്കുകയോ വികൃതമാക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്ത വാഹനങ്ങൾ. വാഹനത്തിൽ യഥാർത്ഥത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന ടയറുകൾ അതത് നിർമ്മാതാക്കൾ നേരിട്ട് ആവശ്യപ്പെടുന്നു, കമ്പനിയല്ല. ഏതെങ്കിലും തരത്തിലുള്ള ആകസ്മികമായോ വിദൂരമായോ പരോക്ഷമായോ അല്ലെങ്കിൽ അനന്തരഫലമായോ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് കമ്പനി ബാധ്യസ്ഥനായിരിക്കില്ല. അതിൽ നഷ്ടത്തിന് പരിധിയില്ലാതെ ഉൾപ്പെടുന്നു.